ഷംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന എതിർത്തോട്, ബേർക്ക, ചിർക്കള, മാവിനക്കട്ട, പള്ളിപ്പുഴ എന്നീ അൽബിർ സ്കൂളുകളുടെ സംയുക്ത പാരന്റിംഗ് ക്ലാസ് നടന്നു. ചെർക്കളയിൽ സംഘടിപ്പിച്ച പാരന്റിംഗ് ക്ലാസ്സിൽ ഈ 4 സ്കൂളുകളിൽ നിന്നായി 200ഓളം രക്ഷിതാക്കൾ പങ്കെടുത്തു. മൊയ്തു മൗലവി ചിർക്കളയുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച പരിപാടിയിൽ അക്കാദമി ചെയർമാൻ ഡോക്ടർ ഇ അബ്ദുള്ള കുഞ്ഞി ഹാജി അധ്യക്ഷത വഹിച്ചു. അൽബിർ ജില്ലാ കോർഡിനേറ്റർ ജാബിർ ഹുദവി ചാനടുക്കം ഉദ്ഘാടനം നിർവഹിച്ചു. വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കിട്ടേണ്ടുന്ന കരിയർ എന്താണ്? നമ്മൾ ഒരുപക്ഷെ കുട്ടി പ്രസവിക്കുന്ന സമയത്ത് കരുതിയിരുന്ന വിദ്യാഭ്യാസ രീതിയെ ആവൂല ഇപ്പോഴുണ്ടാകുന്നത്. അത് മാറി. ഒരു 3 കൊല്ലം കഴിയുമ്പം ഇതിൽ സമൂലമായ മാറ്റങ്ങൾ വീണ്ടും വരും. 10 കൊല്ലം കഴിയുമ്പോഴേക്കും വീണ്ടും വലിയ വലിയ മാറ്റങ്ങൾ വരും. ചുരുക്കത്തിൽ നമ്മുടെ ഈ കുട്ടികൾ പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയമാകുമ്പം അവരുണ്ടാകുന്ന ലോകം പുതിയൊരു ലോകമായിരിക്കും. അപ്പം അന്ന് മോന് പറയാൻ ഞാൻ ഇതൊന്നുമല്ല പഠിച്ചത്, ഞാൻ മറ്റേതാ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു സാധ്യതയുള്ള ഒരു ചാൻസും അവിടെ ഉണ്ടാവില്ല. നമ്മുടെ മക്കൾ അങ്ങനെ പുറകോട്ട് പോകാതിരിക്കാൻ ഉമ്മമാർക്കും ഉപ്പമാർക്കും കാഴ്ചപ്പാടുണ്ടാവണം. അതിന് നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. നിങ്ങൾ എന്തായാലും ആ ഒരു കാഴ്ചപ്പാടുണ്ടായത് കൊണ്ടാണ് അൽബിർ പോലെയുള്ള നല്ലൊരു സെലക്ഷൻ നിങ്ങൾ നടത്തിയിട്ടുള്ളത്. വിദ്യാനഗർ SI വിജയൻ മേലോത്ത് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ഷംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമിയുടെ കീഴിലുള്ള 4 അൽബിർ സ്കൂളുകളും മികച്ച വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെ മാതൃകാപരമായി മുന്നേറുകയാണെന്നും ധാർമ്മിക മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിലൂടെ കുട്ടികളുടെ വ്യക്തിത്വ വികസനം സാധ്യമാകുന്നെന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ സമൂഹം ഒന്നിച്ചു നിൽക്കണമെന്നും SI വിജയൻ മേലോത്ത് പറഞ്ഞു. ആ ഒരു പദ്ധതി അല്ലെങ്കിൽ ആ ഒരു പരിപാടിയിലേക്ക് നിങ്ങളുടെ ഒക്കെ ഈ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ രക്ഷിതാക്കളുടെയും സഹകരണം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ പൊതുജനങ്ങൾ വിചാരിക്കാതെ ഇത്തരത്തിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലഹരി വിമുക്തമാക്കുക എന്ന് പറയുന്നത് വലിയൊരു സ്വപ്നമാണ്. അപ്പോൾ ആ ഒരു സ്വപ്നത്തിലേക്ക് നമുക്ക് എടുക്കണമെങ്കിൽ തീർച്ചയായും പൊതുജനങ്ങളുടെ സഹകരണം ആവശ്യമാണ്. അങ്ങനെ പൊതുജനങ്ങളും കൈകോർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ലഹരി വിൽപ്പന കേന്ദ്രങ്ങളെക്കുറിച്ച് ലഹരി ഉപയോഗത്തെക്കുറിച്ചൊക്കെയുള്ള രഹസ്യമായ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും വലിയ നേട്ടങ്ങൾ ഞങ്ങൾക്ക് ഈ അടുത്ത കാലത്ത് നേടാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പോൾ അതിന് നിങ്ങളുടെയൊക്കെ സഹായം അഭ്യർത്ഥിക്കുന്നു. ഈ ഒരു സ്കൂൾ ഫെസ്റ്റിന് ഇത് വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളൊക്കെ പല രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് എന്നുള്ളത്. അപ്പോൾ ആ പേരൻസിനെയൊക്കെ ഒന്നിച്ചിരുത്തിക്കൊണ്ട് ഒരു അഭിപ്രായ സമന്വയം ഉണ്ടാക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുക, അത് വളരെ നല്ല കാര്യമാണ്. അതിന് നേതൃത്വം നൽകിയ അബ്ദുള്ള കുഞ്ഞോടൊക്കെ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. തുടർന്ന് അൽബിർ സ്റ്റേറ്റ് ട്രെയിനിംഗ് കൺവീനർ ഫൈസൽ ഹുദവി പരതക്കാട് പാരന്റിംഗ് ക്ലാസ്സിന് നേതൃത്വം നൽകി. കുട്ടികളുടെ വളർച്ചയിൽ മാതാപിതാക്കളുടെ പങ്ക്, കുടുംബാന്തരീക്ഷത്തിന്റെ പ്രാധാന്യം, മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത എന്നിവ അദ്ദേഹം വിശദീകരിച്ചു. ചടങ്ങിൽ SI വിജയൻ മേലോത്ത്, ജാബിർ ഹുദവി ചാനടുക്കം, ഫൈസൽ ഹുദവി പരതക്കാട് എന്നിവർക്ക് അക്കാദമിയുടെ സ്നേഹോപഹാരങ്ങൾ നൽകി. അൽബിർ ജില്ലാതല ടാലന്റ് ടെസ്റ്റിൽ വിജയിച്ച ഷംസുൽ ഉലമ അൽബിർ സ്കൂൾ ബേർക്ക ചിർക്കളയിലെ വിദ്യാർത്ഥിനി ആയിഷത്ത് മിന്നത്ത് സ്വന്തം കൈപ്പടിയിൽ വിശുദ്ധ ഖുർആൻ എഴുതി ഗിന്നസ് റെക്കോർഡ് നേടിയ മുഹമ്മദ് മിത്ലാജ് എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. വിവിധ മത്സരങ്ങളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു. രക്ഷിതാക്കളും അധ്യാപികമാരും പരിപാടിയിൽ സംബന്ധിച്ചു. അക്കാദമിക് കോർഡിനേറ്റർ ഹാഫിസ് സവാദ് വാഫി സ്വാഗതവും സ്കൂൾ കോർഡിനേറ്റർ ഇർഷാദ് മാസ്റ്റർ തെക്കുപുറം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.